ഹലോ ഗൈസ്, DRL ഗെയിമിങ്ങിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ FC മൊബൈൽ തുടങ്ങിയെന്നല്ല, നമ്മൾ കുറേ കളിച്ചതാണ്. നമ്മളിപ്പോൾ 102 ഉയരായി ഓൾറെഡി. കാരണം ചാനലൊക്കെ സെറ്റാവാൻ ടൈം കുറേ എടുത്തു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കളിച്ച് നമ്മുടെ ആ പ്ലേയേഴ്സിനെ കിട്ടിയിട്ട് ഗെയിം കൊണ്ടുപോവാണ്. നമ്മുടെ ലക്ഷ്യം 110 ഉയരാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് വേറെ വല്ല ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് ഗെയിം സജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം, സംസാരം കുറയ്ക്കാം. പക്ഷേ ഹെഡ് ടു ഹെഡ് കളിക്കായിരുന്നു ഞാൻ. അതിൻ്റെയാണ് എൻ്റെ ടീം ഞാൻ കാട്ടിത്തരാം. ഇതാണ് അൽ നസറാണ് ഞാൻ ഇട്ടേക്കണേ. കേരള ബ്ലാസ്റ്റേഴ്സ് നിങ്ങൾ പറയാൻ ഞാൻ ഇടാം. മൊത്തം ടീം 102 ഉയരാണ്. ഒരു ലെഫ്റ്റ് മിഡിൻ്റെ പ്രശ്നമാണുള്ളത്. അൽവാരോ ഗാർക്കിയാണ് നമ്മുടെ ലെഫ്റ്റ് മിഡ് അല്ല, ലെഫ്റ്റ് ബാക്ക്, സോറി, ലെഫ്റ്റ് ബാക്കിൻ്റെ കുറവുണ്ട്. നമ്മൾ ലെഫ്റ്റ് മിഡായിട്ടുള്ള അൽവാരോ ഗാർക്കി തന്നെയാണ് നിർത്തിയേക്കണേ. അവൻ 98 നിൽക്കും. 103 കിടക്കണേ. നമ്മുടെ ഓൾറെഡി 103ൻ്റെ ബീസിലേ ഉള്ളതുകൊണ്ട് നമ്മൾ അവനെ ഇവിടേക്ക് ഇട്ടു. അപ്പോൾ 98 ഉണ്ടോയെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അവനെ നിർത്തിയത്. അവിടെ ഇതേ 105ൻ്റെ കക്കയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഫോർമേഷൻ ഫ്ലാറ്റാണ്. ഫോർമേഷൻ ടീം എഡിറ്റിങ് നോക്കി കഴിഞ്ഞാൽ പുതിയ ലൈനപ്പ് കിട്ടിയെന്നാണ് ഞാൻ നോക്കുന്നത്. ലൈനപ്പ് ഇതേ ഗൈസ് 102 നേരിട്ടുള്ളൂ. നമുക്കൊരു ലെഫ്റ്റ് ബാക്കിനെയാണ് വേണ്ടത്. ഞാൻ ഇന്ന് ഓൾറെഡി ഒരു 3000ൻ്റെ പാക്ക് ഓപ്പൺ ചെയ്തായിരുന്നു. ഞാൻ കളിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്നെയാണ്. ഫ്യൂച്ചറിൽ ഇവിടെ ടിക്ക് കാട്ടുന്നുണ്ടല്ലേ, അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് 3000ൻ്റെ. അപ്പം കിട്ടിയത് സെൻട്രൽ മിഡിന്. എൻ്റെ 2 സെൻട്രൽ മിഡും 105-നാണ്. കാരണം എനിക്ക് കിട്ടിയത് 101ൻ്റെ ഏതോ അറിയപ്പെടാത്തൊരു പ്ലെയറിന്. ഇതിൽ കുറേ സാധ്യതകളൊക്കെ കാട്ടുന്നുണ്ട്, പക്ഷെ അവരിനൊന്നും കിട്ടുന്നില്ലേ. അപ്പം നമുക്ക് കളി എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഗെയിം കൊണ്ടുവന്നാണ്. നമുക്ക് ഡയമണ്ടും പൈസയാണ് പ്രധാനം. നമുക്കെന്തോ ഡെയിലി പോയിന്റിന് എന്തോ കിട്ടിയിട്ടാ കൊസ്റ്റിന്. ഇങ്ങനെ ഓരോന്ന് ഓപ്പൺ ഈ ഡെയിലി പോയിന്റ് എന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 2 ഓപ്പൺ ചെയ്താൽ ചിലപ്പോൾ 200 ജംസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം 2 ഓപ്പൺ ചെയ്താൽ ഒരു ഇതുണ്ട്. പറഞ്ഞില്ലേ, ഇവിടെ വന്നിട്ടുണ്ട് സൈഡിലായിട്ട്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. എന്താണ് നോക്കാം നമുക്ക് കിട്ടുക. 60 ജംസ് കിട്ടിയിട്ടുണ്ട്. HP കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ലെവലപ്പ് ഒരുപാട് ഇല്ല. എനിക്ക് ഈ മൊത്തത്തിലുള്ള ഇതിൻ്റെയൊക്കെ പിടി ഉള്ളോ, കളിക്കാനൊന്നും അധികം അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ കളി കാട്ടി തരാം. ഒരു ഹെഡ് ടു ഹെഡ് മാച്ച് കളിക്കാം. തോക്കാനാണ് ചാൻസ് കൂടുതൽ, കാരണം ഞാൻ അങ്ങനെ കളിക്കാറൊന്നുമില്ല. ചെറിയ ലേഗൊക്കെ ഉണ്ടാവും. ആദ്യമായതിൻ്റെ ആണ്. നമ്മുടെ ഇപ്പോൾ ഒരു റയൽ മാഡ്രിഡ് പ്ലെയറാണ് വന്നേക്കണത്. നമ്മൾ അൽ നസറാണ് എടുത്താണ്. അവൻ്റെ എൻ്റെ അറ്റാക്കും സെയിമാണ്. മിഡ്ഫീൽഡാണ് എനിക്ക് തന്നെ കൂടുതൽ. അപ്പോൾ നമുക്ക് കളി സ്റ്റാർട്ട് ചെയ്യാം. അവൻ്റെ മോഡ്രിക്കൊക്കെ ഉണ്ട് തോന്നുന്നു. ഇല്ല, ടെറസ്റ്റേക്കൻ ഗോൾ കീപ്പർ. നല്ല ടീം തന്നെയാണ്. എൻ്റെ ടീമിനേക്കാളും കൂടുതലാണ്. നമ്മുടെ കളി സ്റ്റാർട്ടായിട്ടുണ്ട്. കിട്ടി, ബെർസക്ക് കിട്ടിയിട്ടുണ്ട്. പോയി. ഞാൻ ആദ്യമായോണ്ട് കാണിക്കാന്ന് വെച്ചിട്ടാണ് നിങ്ങൾ ഇത്ര കാണിക്കണം. അല്ലെങ്കിൽ എനിക്ക് കളിക്കാൻ അധികമൊന്നും ഇഷ്ടമല്ല. അവൻ റാഞ്ചുണ്ട്, പന്ത് റാഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ട്രൈക്കറാണ് മാമോസ്. എനിക്ക് കളിക്കാനൊന്നും വലിയ പിടിയില്ല. ഫ്രെഡ് ബാക്കിൽ നിന്ന് പ്രസ് ചെയ്യാൻ കൊണ്ട് പ്ലെയറിനെ സ്വിച്ച് ചെയ്ത്
അവൻ്റെ പ്ലെയറിൻ്റെ നിന്ന് പന്ത് റാഞ്ചാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ഇപ്പോൾ ഗോള് കാരണമാണ് നമുക്ക് നമുക്കൊരു ഫ്രീ ചാൻസ് ബീറ്റ് ചെയ്യാൻ പറ്റും ഡിഫൻഡറിനെ. മാമോസിന് ഡിഫൻഡറിനെ ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടാ. അവൻ്റെ പ്ലെയേഴ്സൊക്കെ അടിപൊളി. അവന് കളിക്കാനറിയുന്നു, നമ്മൾക്ക് അങ്ങനെയല്ല. നമ്മൾ ടീം സെറ്റാക്കണമെന്നല്ലോ അങ്ങനെയല്ല ഇത് കാരണം യൂണിവേഴ്സൽ ടോക്കണൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നു ഞാൻ ഇരുന്ന് കളിയാന്ന്. പക്ഷെ അങ്ങനെയൊന്നും കളിക്കുന്നില്ല. തൗവിനൊരു ചാൻസ് മാമോസിന്റെ ഒരു കിടിലൻ ഷോട്ട്, അത് ഗോളാക്കി മാറ്റിയിരിക്കുന്നത്. മാമോസ് അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റിയിലത്തെ ഒരു പ്ലെയറാണ്. അതിൻ്റെ അഡേ കൂടെ ഒരു ത്രൂ പാസ് ഫസ്റ്റ് ഗോളാക്കി മാറ്റി മാമോസ്. എന്തൊക്കെ പേരല്ലേ മാമോസ്. കളി ഫുള്ള് കാട്ടുന്നില്ല. ചാൻസസ് ക്രിയേറ്റ് പന്ത് കിട്ടിയില്ല. സ്ക്രീൻ റെക്കോർഡ് ആയതുകൊണ്ട് മൊബൈലായതുകൊണ്ട് സ്ക്രീൻ റെക്കോർഡ് വരില്ല. അതുകൊണ്ട് ഇടയിൽ വെച്ച് പോസും ഇതൊക്കെ ചെയ്യൽ പണിയാണ്. അതിൻ്റെ പെഡ്രിയൊക്കെ നമ്മളെ വീഴ്ത്താൻ നോക്കുന്നു. നമ്മൾ വീഴില്ലല്ലോ. അയ്യോ തീർന്നു. അയ്യേ ഗായ്സ്, ഞാൻ എന്തായാലും ഇനി ഈ കളി കഴിഞ്ഞിട്ട് കാട്ടി തരാം. ഗായ്സ്, അപ്പോൾ അവരൊരു ഗോള് നേടിയേക്കാണ്. ഫസ്റ്റ് പോസ്റ്റ് എടുത്ത് ഗോളാക്കിയിരിക്കുന്നു. 1-1. ഗായ്സ്, ലാസ്റ്റ് മിനിറ്റിലെ കോർണറാണ്. നമുക്ക് ഗോളാക്കാൻ പറ്റുമോ നോക്കാം. ഗായ്സ്, അങ്ങനെ കളി തീർന്നിരിക്കുന്നു. ഇപ്പം തീരട്ടോ. അങ്ങനെ കളി തീർന്നിരിക്കുന്നു. 1-1. കൈയൊക്കെ കൊടുത്ത് പോകുന്നുണ്ട്. നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഒരു മാച്ച് ഡ്രോ ആക്കിയിരിക്കുന്നു. അവൻ്റെ ആൻഡർസൺ താലിസ്ക എന്ന് പറഞ്ഞിട്ട് അവന് ഗോളാക്കിയിരിക്കുന്നത്. ടൈ ആയിരിക്കുന്നു ഗൈസ്. ചെറിയ വിഷമമൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും 2288 യൂണിവേഴ്സൽ ടോക്കൺ ഉണ്ട് ഇവിടെ കാണാമല്ലോ. നമുക്ക് അത് വെച്ച് ഒരു പരിപാടി ചെയ്യാം. റിവേഴ്സിൽ പോയിട്ട് 2500 ഡയമണ്ട് എടുക്കാം. 1000 ഓക്കെ. വേറെ ടൈം ടു ഗെറ്റ് ദ ഡയമണ്ട്. 1000 യൂണിവേഴ്സൽ ടോക്കൺ കൊടുത്തിട്ട് എടുത്തിരിക്കുകയാണ് നമ്മൾ. ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. 2500 ജംസായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5980 ഡയമണ്ട് ഉണ്ട് കേട്ടോ. ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ടാ? വീക്കിലി ലിമിറ്റാണ്. ഐറ്റംസ് നമുക്കൊരു ലൈനപ്പ് വാങ്ങിയാലോ? വേണ്ട. നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വീഡിയോക്ക് ലെങ്ത് ഇപ്പോൾ 8 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ പുതിയ ഇവൻ്റായ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞിട്ട് UEFA ചാമ്പ്യൻസ് ലീഗിൽ കയറുന്നുണ്ട്. ലെജൻഡറി ബിഗൈനർ കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ടീം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് റയൽ തന്നെ സെലക്ട് ചെയ്യാം. അല്ല, റയൽ മാത്രമാണോ ഉള്ളത്? റയൽ സെലക്ട് ചെയ്യട്ടെ. നമുക്ക് അൽ നസർ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാനായിരുന്നു കേട്ടോ. എന്തൊക്കെ കാട്ടുണ്ട് വരും. ആർസനല് കുറേ പേരുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അടിപൊളി ആനിമേഷൻ കേട്ടോ ഗൈസ്. പുതിയ ഇവൻ്റ് അടിപൊളിയായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിതൊക്കെ കളിച്ച് ജയിച്ചിട്ട് അടുത്ത
വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് FC മൊബൈലായിട്ട് കുറേ വീഡിയോസ് വരും, അതല്ലാണ്ട് കുറേ വീഡിയോസ് വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പറ്റണ അത്ര സപ്പോർട്ട് ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ, പ്ലീസ് ഔട്ട്.